അസിസ്റ്റന്റ് സർജൻ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ എക്സാം ഡിസംബർ 1 കഴിഞ്ഞതേ ഉള്ളൂ. അപ്പൊ ചോദിക്കുക, എന്തുവാ നിങ്ങൾ ഈ പറയുന്നത്? അടുത്ത നോട്ടിഫിക്കേഷൻ 2027 വരാൻ പോവുകയാണോ? ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം പറഞ്ഞുതരാം. ഒന്നാമത്തെ കാരണം, നമ്മുടെ ഒരു സ്റ്റുഡന്റ് ചോദിച്ചിരിക്കുകയാണ്, സാറേ ഈ കോഴ്സ് എക്സ്റ്റെൻഡ് ചെയ്ത് തരുമോ? അതായത് ഈ കോഴ്സ് അടുത്തൊരു പരീക്ഷയ്ക്ക് വേണ്ടി അതായിരിക്കും ഉദ്ദേശിക്കുന്നത്. ക്ലാസ്സുകൾ മുഴുവൻ കണ്ടു തീർന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ കുറച്ച് എക്സ്റ്റെൻഡ് തരുമോ എന്നത്തെ ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, നിലവിൽ ഈ പരീക്ഷയ്ക്ക് ഒരു ലിസ്റ്റ് നമ്മുടെ കയ്യിലില്ല. PSC ലിസ്റ്റ് ക്യാൻസൽ ആയിരിക്കുന്നു. മെയിൻ ലിസ്റ്റിലുള്ള എല്ലാവർക്കും ജോലി കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു 3 മാസത്തിനിടയ്ക്ക് റാങ്ക് ലിസ്റ്റ് വരും, ആളെ എടുക്കും. ചുരുക്കി പറഞ്ഞൊരു മാർച്ച് മാസം എന്തായാലും എന്ത് കഴിയും, ഇതിന് ആളെ എടുത്തു തുടങ്ങും. കാര്യം ഈ ഡോക്ടറുടെ ഒന്നും നമുക്ക് പെൻഡിങ് ഇടാൻ പറ്റത്തില്ലല്ലോ, അറിയാമല്ലോ. ഹെൽത്ത് മേഖലയൊന്നും പെൻഡിങ് ഇടാൻ പറ്റത്തില്ല. അപ്പോൾ ആളെ എടുക്കും വിശ്വസിക്കാം നമുക്ക്. അങ്ങനെയാണെങ്കിൽ ലിസ്റ്റ് വന്ന് റാങ്ക് ലിസ്റ്റ് വന്ന് 1.5 വർഷം കഴിയുമ്പം എന്ത് വരണം? അടുത്ത നോട്ടിഫിക്കേഷൻ വരണം. അതായത് 2027 അവസാനത്തോടുകൂടി അടുത്ത നോട്ടിഫിക്കേഷൻ വരണം. എന്നാലേ നമുക്ക് 1.5 വർഷം സമയം കിട്ടത്തുള്ളൂ അടുത്തൊരു പ്രോസസ്സിങ്ങിനൊക്കെ വേണ്ടി. ഇത് എളുപ്പത്തിൽ ലിസ്റ്റ് തീർന്നു പോയത് കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത്. നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ചാണോ ഈ ഡിസംബർ 1 നോട്ടിഫിക്കേഷൻ എക്സാം വരുമെന്ന്? ഒരിക്കലും അല്ല. അത്രയും പ്രാധാന്യം അവർക്കുണ്ട്. ഒരു ഡോക്ടറുടെ വേക്കൻസി ഉള്ള ഒരു പോസ്റ്റ് ഒരിക്കലും മെയിൻ ലിസ്റ്റിലായിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ആണ് അവർ പെട്ടെന്ന് എക്സാം ഇട്ടതും ഉടൻ തന്നെ റാങ്ക് വരുന്നതായിരിക്കും. നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് 2027 വേണ്ടിയാണ്. അന്നേരവും വേക്കൻസി ഉണ്ടാകും. അതിനെന്ത് ചെയ്യണം? ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം. ഞങ്ങൾക്ക് കിട്ടിയൊരു ഭാഗ്യം ഞാൻ പറയാം. ഒരു നല്ല ഫാക്കൽറ്റി ടീം നമുക്ക് കിട്ടി. എനിക്കത് ഗൗതം സാറാണ് ഫോക്കസ് ചെയ്ത് പഠിപ്പിച്ചത്. നമ്മളെ 100% നമ്മളെ സഹായിച്ച സാറാണ് ഗൗതം സാറ്. ഓൾറെഡി അദ്ദേഹം PG എക്സാം ക്രാക്ക് ചെയ്തു. ഇപ്പൊ അദ്ദേഹത്തിന് സർജറി എനിക്കൊന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഓൾറെഡി അദ്ദേഹം ക്വാളിഫൈഡ് ആണ്, PG എൻട്രൻസ് ക്രാക്ക് ചെയ്ത വ്യക്തിയാണ്. അപ്പൊ ഞാൻ പറയട്ടെ നിങ്ങളോട്, നിങ്ങൾക്ക് അടുത്ത അസിസ്റ്റന്റ് സർജൻ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ വിജയിക്കണമെങ്കിൽ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. ഇത് വലിയ ഫീസൊന്നുമല്ല, 5000 രൂപ മാത്രമേ ഫീസുള്ളൂ. എക്സാം വരെ ക്ലാസ് പ്രൊവൈഡ് ചെയ്യും. എക്സാം വരെ ക്ലാസ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 1 വർഷം ആവണമെന്നില്ല, ചിലപ്പോൾ 2 വർഷത്തോളം വാലിഡിറ്റി കിട്ടും. എക്സാം വരെ ക്ലാസ് പ്രൊവൈഡ് ചെയ്യും. 5000 രൂപ മാത്രമേ ഫീസുള്ളൂ. നിങ്ങൾക്കൊരു നല്ല റിവിഷൻ ആകും, കുറേ എക്സാമുകൾ കിട്ടും, നല്ല PDF മെറ്റീരിയൽസ് കിട്ടും. നിങ്ങൾക്ക് വിജയിക്കാൻ ആവശ്യമായ എല്ലാം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും. അപ്പം ഈ ഒരു പരീക്ഷയിൽ നിരാശപ്പെട്ടവരാണ് എങ്കിൽ, ഡിസംബർ 1 തന്നെ എക്സാം നിരാശപ്പെട്ടവരാണ് എങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. 1.5 വർഷം കഴിയുമ്പോൾ അടുത്ത നോട്ടിഫിക്കേഷൻ വരും. നമ്മുടെ ക്ലാസ് കൃത്യമായി കണ്ട് ഫോളോ പഠിച്ച് ഉറപ്പായിട്ട് വലിയ വിജയം നേടാൻ പറ്റും. ഇനി ഞങ്ങൾ എന്താ അപ്ഡേറ്റ് ചെയ്യുന്നത്? പഴയ ക്ലാസ്സിൽ മാത്രമാണോ? അല്ല, ഇപ്പം നിങ്ങൾക്ക് പഠിക്കാൻ പഴയ ക്ലാസ്സിൽ തരും. നോട്ടിഫിക്കേഷൻ വന്ന് കഴിയുമ്പോഴത്തേക്കും പഴയ ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു വെക്കും. ഈ ക്വസ്റ്റ്യൻ എങ്ങനെ വന്നു, അത് കൃത്യമായിട്ട് പഠിക്കും, അനലൈസ് ചെയ്യും. നമ്മൾ റിസർച്ച് വിങ്ങുണ്ട്, അതിനനുസരിച്ച് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. മാക്സിമം ക്ലാസ് നിങ്ങൾക്ക്, അതായത് നിങ്ങൾക്ക് വിജയിക്കാൻ എന്തൊക്കെ ആവശ്യമാണോ അതെല്ലാം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും. ഇനി പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ആപ്പ് എടുക്കുക, മാസ്റ്റർ ലേണിംഗ് ആപ്പ് എടുക്കുക. ആ കണ്ടന്റ് എന്ന് പറഞ്ഞ പോർഷൻ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾ എണ്ണി നോക്കുക, മാസ്റ്റർ കി അക്കാഡമി എത്ര ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് പർച്ചേസ് ചെയ്താൽ മതി. എത്ര വീഡിയോ ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട്, എത്ര നോട്ട്സ് കൊടുത്തിട്ടുണ്ട്, എത്ര എക്സാംസ് ഉണ്ട്, എത്ര മോഡൽ എക്സാംസ്, ഇതൊക്കെ നിങ്ങൾ നോക്കുക. അതെല്ലാം നോക്കി നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്യുക. നന്നായി പഠിക്കാൻ ഞങ്ങളൊപ്പം ഉണ്ടായിരിക്കും. അപ്പോൾ പുതിയ ബാച്ച് ആരംഭിക്കുന്നത് ഡിസംബർ 18 ബുധനാഴ്ചയാണ്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. താങ്ക് യു.